അന്ധവിശ്വാസം, വിശ്വാസം, ശരിയായ വിശ്വാസം, അന്ധവിശ്വാസം, അങ്ങനെ രണ്ടെണ്ണം ഉണ്ട് എന്നതാണ് ഏറ്റവും വലിയ അന്ധവിശ്വാസം. എല്ലാ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളാണ്. ദൈവവിശ്വാസത്തെ ചാലഞ്ച് ചെയ്യുന്ന സമയത്ത്, ദൈവവിശ്വാസത്തിന്റെ യുക്തിയില്ലായ്മ പറയുന്ന സമയത്ത് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് യുക്തിയുടെ മാനദണ്ഡം? എന്താണ് ശാസ്ത്രീയമായ മനോവൃത്തി? അത് സയൻസിന്റെ ആ ഒരു രീതിയോട് നമുക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളിലൂടെ ശാസ്ത്രം പ്രവചിക്കുന്ന കാര്യങ്ങൾ, അതിന് കൃത്യമായ മാനദണ്ഡമുണ്ട്. അത് ഇവിടുത്തെ ശാസ്ത്രജ്ഞമായി നിരീശ്വരവാദികളിലെ സ്ഥിരം ഡയലോഗാണ്, ദൈവമില്ല, സയൻസ് മാത്രമാണ് ഏക സത്യം. നിങ്ങൾ ഈ പറയുന്ന സയൻസിന് ഒരു തുള്ളി ബ്ലഡ് കൃത്രിമമായിട്ട് ഉണ്ടാക്കാൻ ഇന്നേ വരെ സാധിച്ചിട്ടുണ്ടോ? ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തൊട്ട് മരിക്കുന്നിടം വരെ മിടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയത്തിന് പകരമായിട്ട് വേറെ ഒന്ന് കണ്ടുപിടിക്കാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ടോ? പേസ് മേക്കർ ഉണ്ട്, അതിനേറെ പോയ 10-15 വർഷത്തെ ആയുസല്ലേ ഉള്ളൂ. ഒന്നെങ്കിൽ അത് കേടാവും, അല്ലെങ്കിൽ അതിന്റെ ബാറ്ററി റീപ്ലേസ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അതിരിക്കുന്ന ഭാഗത്ത് ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതുപോലും നിർമ്മിക്കാൻ കഴിവില്ലെങ്കിൽ നിങ്ങളുടെ ശാസ്ത്രത്തിന് എന്ത് മേന്മയാണുള്ളത്? ഈ ദൈവം ഉണ്ടോ നോക്കാനായിട്ട് ബഹിരാകാശത്തോടൊന്നും കയറുമ്പോൾ പലരും നോക്കേണ്ട ആവശ്യമില്ല. ഈ ദൈവം എന്ന് പറഞ്ഞാൽ പ്രകൃതിയാണ് ദൈവം. നാം എല്ലാം പ്രകൃതിയാൽ നിർമ്മിക്കപ്പെട്ട മനുഷ്യർ. പ്രകൃതിയുടെ ദാനമാണ് നമ്മുടെ ശരീരം. നമ്മുടെ ശരീരത്തിലോട്ട് തന്നെ ഒന്ന് നോക്കിയാൽ മതി. നമ്മുടെ ശരീരത്തിന്റെ ഘടന, ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം, അതൊക്കെ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും ദൈവത്തിന്റെ ശക്തി എന്താണെന്ന്. ആന്തരിക അവയവങ്ങളുടെ നിർമ്മാണ രീതിയിൽ ഒരു അത്ഭുതമല്ലേ? ഒരു മനുഷ്യായുസ് കഴിഞ്ഞാലും അതിന്റെ പ്രവർത്തനം നിൽക്കുന്നില്ല. മറ്റൊരാൾക്ക് ദാനം ചെയ്താൽ അയാളുടെ ശരീരത്തിലും അത് തുടർന്ന് പ്രവർത്തിക്കുന്നതായിരിക്കും. അതുപോലെ വർഷങ്ങളോളം തുടർച്ചയായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്ന എന്തെങ്കിലും ഒന്ന് മനുഷ്യൻ ഇന്നവരെ കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഈ തുടരെ പറയുന്ന സയൻസ് എവിടെ നിന്ന് വന്നു? പ്രാചീന ആചാര്യന്മാരായ ചരക മഹർഷിയും സുശ്രുത മഹർഷിയും ഒക്കെ നൽകിയിട്ടുള്ള സംഭാവനകളിൽ 7 ഡയലോഗിൽ എത്താൻ ഇന്നത്തെ സയൻസിന് പറ്റിയിട്ടുണ്ടോ? ജ്യോതിഷത്തെ ശാസ്ത്രം എന്ന് പറഞ്ഞോളൂ, കാരണം ശാസിച്ചതൊക്കെ ശാസ്ത്രമാണ്, സയൻസ് എന്ന് പറയുന്നത്. ജ്യോതിഷത്തിന് താൻ പറയുന്ന കേവലം സയൻസിനെക്കാളും മുകളിലാണോ സ്ഥാനം? മെഡിക്കൽ ആസ്ട്രോളജി എന്നൊരു വിഭാഗം ജ്യോതിഷമുണ്ട്. തനിക്കതറിയാവോ? ഒരു രോഗിയെ തൊട്ട് പരിശോധിക്കുക പോലും ചെയ്യാതെ ഗ്രഹനില കണക്കാക്കി അവന് ഭാവിയിൽ വരാൻ പോകുന്ന അസുഖങ്ങൾ, അതിനു വേണ്ട പരിഹാരങ്ങൾ, ചികിത്സകൾ മുൻകൂട്ടി നിശ്ചയിച്ച് പറഞ്ഞു കൊടുക്കും. അതുവഴി വരാൻ പോകുന്ന മാരക രോഗത്തെ തടുക്കാൻ സാധിക്കും. അത് ധാരാളം ആളുകൾക്ക് ഉപകാരപ്പെടും. പക്ഷെ അതൊരിക്കലും മുൻപോട്ട് ഉയർന്നു വരാനായിട്ട് കള്ള ആശുപത്രിക്കാര് സമ്മതിക്കത്തില്ല.